ഹായ്. ഒരു ചെറിയ കേക്കിൻ്റെ പരിപാടിയാണ് കേട്ടോ. നാളെ എൻ്റെ ആൽബിച്ചൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചോക്ലേറ്റ് കേക്ക് കേട്ടോ ഉണ്ടാക്കുന്നത്, ഫെറേറോ റോഷർ കേക്ക്. അപ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കേക്കിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞ ദിവസം. അപ്പോൾ അത് ഈ പറയുന്ന പോലെ വൈറലായി, പക്ഷെ ഞാൻ എയറിലായി എന്ന് പറഞ്ഞാൽ മതി. വീഡിയോ ഇട്ടത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും എനിക്കറിയത്തില്ല എന്താ അതിലെ പ്രശ്നം എന്നുള്ളത്. ഞാനിങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ഫുൾ നെഗറ്റീവ് കമൻസ്. ആദ്യം ഒരു കുഴപ്പമില്ലായിരുന്നു, ആദ്യം ഭയങ്കര നല്ല പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. പെട്ടെന്നൊരു നെഗറ്റീവ് കമൻറ്റ്, അതേ തുടർന്ന് ഫുൾ നെഗറ്റീവ് കമൻസ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഒരു സൈഡ് പറഞ്ഞ് എക്സ്പ്ലനേഷൻ കിട്ടും. സ്റ്റിൽ ചീത്തയ്ക്ക് ഒരു കുറവുമില്ല. ഞാൻ എന്താ ചെയ്തേ എന്താന്ന് എനിക്ക് ഒരു പിടി എനിക്ക് ഇപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോയിൽ ചെയ്തിട്ട് എൻ്റെ ഒരു സൈഡ് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല, സ്റ്റിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ കുറച്ച് കമൻസ് അതിനൊന്ന് റിപ്ലൈ പറയണമെന്ന് എനിക്ക് തോന്നി. സോ അത് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നടക്കും അത് നടക്കും, രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനതൊരു 2 മാസം മുന്നേ ചെയ്തൊരു കേക്കാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ഡിസംബർ ലാസ്റ്റോ ജാനുവരി 1st വീക്കിലോ ചെയ്തൊരു കേക്കാണ്. അപ്പോൾ അതിന് ഞാൻ ആ വീഡിയോ ഇട്ട ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇടുന്ന സമയത്ത് ചെയ്തൊരു വോയിസ് ഓവർ. അപ്പോൾ അത് ഒരു 10 വോയിസ് ഓവറൊക്കെ ചെയ്യുമ്പോഴായിരിക്കും എൻ്റേത് ഒരെണ്ണം ശരിയായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ശരിയായ ഒരു വോയിസ് ഓവർ ഞാൻ ഇട്ടു എന്നുള്ളതേ ഉള്ളൂ. കറക്റ്റ് മീറ്ററിൽ അല്ലെങ്കിൽ ആ ഫുൾ വീഡിയോ കവറാവുന്ന രീതിയിൽ വന്നൊരു വോയിസ് ഓവർ ഇട്ടു. അതിന് മുന്നേ പറഞ്ഞ വോയിസ് ഓവറിൽ ഇതൊന്നും ആയിരിക്കില്ല ഡയലോഗ്. അപ്പോൾ അല്ലാതെ ഇത് പേർപ്പസ്ഫുള്ളി അതൊരു ജോലിക്കാരി ചേച്ചി ആയതുകൊണ്ട്, ഞാനതിൽ ജോലിക്കാരി ചേച്ചി എന്ന് പോലും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചേച്ചി ആയതുകൊണ്ട് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്ത വോയിസ് ഓവറിൽ എനിക്ക് അവരോടുള്ള ഇഷ്ടക്കേട് ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ആ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഈ കേക്ക് ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ആരെങ്കിലും അതിൻ്റെ വീഡിയോ എടുക്കാൻ പോകുമോ, അത് പിന്നെ പോസ്റ്റ് ചെയ്യാൻ പോകും. അതും ഇഷ്ടമില്ലാത്തൊരു വോയിസ് ഓവറും ചെയ്ത് അത്രയും വെറുപ്പും കാണിച്ച ഒരു വോയിസ് ഓവർ ഇട്ട് കഴിഞ്ഞാൽ ഞാനതിൽ ചീത്ത കേൾക്കും എന്നുള്ളത് സ്വാഭാവികമായും ചിന്തിച്ചാൽ ആർക്കാണെങ്കിലും മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടൊരു കാര്യമല്ല. പിന്നെ ഒരു പുള്ളിക്കാരത്തി എനിക്ക് അറിയത്തില്ല, എല്ലാ കമൻറ്റിൻ്റെയും താഴെ വന്നിട്ട് എന്നെ പ്രാഗി ഒരു വഴിയാക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ ബിസിനസ് പൊട്ടി പാളിസായാൽ നീ മണ്ണിലേക്ക് ഇറങ്ങി വരും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കേക്കിൻ്റെ ബിസിനസ് ഇല്ല, ഞാൻ കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. കേക്ക് ഞാൻ ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു 3-3.5 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ എനിക്ക് കേക്കിൻ്റെ ബിസിനസ് ഇല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ അതിലെന്തുകൊണ്ടാണ് അങ്ങനെ നോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, മേ ബി എൻ്റെ മനസ്സിൽ ഇത്രയും കാര്യങ്ങൾ കിടന്നത് കൊണ്ടായിരിക്കാം വോയിസ് ഓവറിൽ അങ്ങനെ ഒരു സാധനം വന്നത്. ഒന്ന്, ഈ കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്നില്ല. 2, അന്ന് എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനേ അല്ല. ഞാനത് എൻ്റെ എക്സ്പ്ലനേഷനിലും ഞാൻ പറഞ്ഞു. എനിക്കന്ന് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അവസ്ഥയേ അല്ല. പിന്നെ അതെൻ്റെ വീട്ടിലാണ്, അവിടെ അന്ന് കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ആക്ച്വലി എന്നാൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. പക്ഷെ എനിക്ക് ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടും എല്ലാറ്റിലും ഉപരി എന്നോട് ഒരാളൊരു ആവശ്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു നോ പറയുന്ന രീതിയില്ല. എനിക്ക് എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു കൊടുക്കും. എനിക്കല്ലാതെ പറ്റിയല്ല എന്ന് പറയാൻ എനിക്ക് അറിയത്തില്ല, എൻ്റെ അത് രീതിയുമല്ല. അപ്പോൾ എന്നോട് അങ്ങനെ ഒരു സഹായമായിട്ടല്ല, ചേച്ചി അത് കേക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു, ഞാൻ ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞു. അതത്രേ ഉള്ളൂ. അപ്പോൾ ചീത്ത കേൾക്കാൻ തന്നെ വേണ്ടിയിട്ട് ഞാൻ ഈ വോയിസ് ഓവർ ഇട്ട്, അല്ലാതെ എനിക്ക് താല്പര്യമില്ലാത്തൊരു വോയിസ് ഓവർ ഇട്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതങ്ങനെയൊന്നുമല്ല. ആക്ച്വലി എനിക്ക് നോ പറയേണ്ട ഒരു കാര്യമാണ്, പക്ഷെ എനിക്ക് ആ ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ടും എനിക്ക് അങ്ങനെ ഒരു നോ പറയുന്ന രീതി ഇല്ലാത്തത് കൊണ്ടും തന്നെയാണ് ചെയ്തു കൊടുത്തത്. പിന്നെ അതിനകത്ത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചില്ല, വൈറ്റ് ഗനാഷ് ഒഴിച്ചില്ല, ജോലിക്ക് വരുന്ന ചേച്ചി ആയതുകൊണ്ട്. അയ്യോ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. എൻ്റെ ഒരു കേക്കിലും ഞാൻ മിൽക്ക് മെയ്ഡും വൈറ്റ് ഗനാഷും ഒന്നും ലൈക്ക് ആവശ്യമില്ലാത്ത ഫ്ലേവറുകൾ ഞാൻ കുത്തിക്കയറ്റാറില്ല. ഞാനൊരു വാനില പ്രലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനില ഫ്ലേവറിലുള്ള വിപ്പ് ക്രീമും പ്രലീനും നന്നായിട്ട് കൊടുക്കും. അതാണ് എൻ്റെ ഒരു, എന്താണോ ഫ്ലേവറിൽ ഡിമാൻഡ് ചെയ്യുന്നത് അത് ഞാൻ മാക്സിമം അതിൻ്റെ ഔട്ട് കൊടുക്കും. അത് ഇനി എത്ര ബുദ്ധിമുട്ട് കേക്ക് ഉണ്ടാക്കിയാലും, ഞാൻ ഏത് രാത്രിയിൽ കേക്ക് ഉണ്ടാക്കിയാലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമം അതിൻ്റെ നല്ല ഔട്ടിന് വേണ്ടി തന്നെയായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതങ്ങനെയായിരിക്കും, ഇല്ല ഞാൻ ചെയ്യാൻ പോവില്ല. അപ്പോൾ എന്നെ അറിയത്തുപോലും ഇല്ലാത്ത കുറേ പേര് എൻ്റെ എക്സ്പ്ലനേഷൻ വായിച്ചിട്ടും സ്റ്റിൽ നീ ഇതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്.
ഞാൻ കുറച്ച് വന്ന കമൻസ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഭയങ്കര എനിക്കിപ്പോൾ എന്താ പറയുന്നത്, എന്നെ കുറച്ച് ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും എൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിനൊക്കെ ശേഷം എനിക്ക് ഈ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. സഹായിക്കാൻ പറ്റുന്ന ചേച്ചി ആയതുകൊണ്ട് കാരണം ഇതേ വോയിസ് ഓവറായിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തു. എൻ്റെ ആങ്ങളയ്ക്ക് പാവ്ലോവ ചെയ്തു കൊടുത്ത വീഡിയോയിലും ഞാൻ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. ഒന്ന് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റുമ്പോൾ ആങ്ങളെ അന്ന് എല്ലാവരും അതിനെ സ്നേഹമായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് എൻ്റെ നാത്തൂന് എങ്ങനെ നോ പറയാൻ പറ്റുമെന്ന് പറഞ്ഞ് ഞാനൊരു ചിക്കൻ ഡൈനമൈറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന വീഡിയോ ഇട്ടു. അതിനെ എല്ലാവരും സ്നേഹമായിട്ട് കണ്ടു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ 175 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലെ 174 വീഡിയോസിലും ഇല്ലാത്ത എൻ്റെ അഹങ്കാരമാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാവരും കൂടെ എടുത്തിട്ട് എന്നെ കമൻറ്റ് ബോക്സ് വാസ് ഓൺ ഫയർ ആൻഡ് ഐ വാസ് ഓൺ എയർ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് കമൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാവേ. ഇൻ ബിറ്റ്വീൻ കേക്കിൻ്റെ കാര്യങ്ങളും കൂടെ ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഈ ഒരു വോയിസ് ഓവർ കേൾക്കുമ്പോൾ അത് ശരിയായില്ല എന്ന് തോന്നുന്നതിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് തോന്നി എന്ന് പലർക്കും തോന്നുന്നതിൽ എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എൻ്റെ വേ ഓഫ് ടോക്കിങ്ങിൻ്റെ ആയിരിക്കാം, എൻ്റെ ട്യൂൺ ഓഫ് ടോക്കിങ്ങിൻ്റെ ആയിരിക്കാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് ഞാൻ പറയുമ്പോൾ പറ്റിയല്ല, അത് സമ്മതിക്കുകയല്ല. ഇല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചതാണ് കറക്റ്റ്, ഞങ്ങൾ പറയുന്നതാണ് കറക്റ്റ്. നിൻ്റെ അഹങ്കാരം അതിൽ കേൾക്കാനുണ്ട്. ആ ചേച്ചിക്ക് അത് കഴിച്ചത് ദഹിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്തു പറയാനാ? എനിക്കതിനൊക്കെ അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയല്ല ഞങ്ങൾ ആരെയും കാണുന്നത്. എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നതും ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നതും, അതല്ല എൻ്റെ രീതിയും. അപ്പോൾ കുറച്ച് കമൻസ് ഞാനൊന്ന് പറയാം കേട്ടോ. ഭയങ്കര ഫേസ്റ്റ് വന്ന നെഗറ്റീവ് കമൻറ്റ് അതേ തുടങ്ങിയ ഞാൻ എയറിൽ കയറാൻ തുടങ്ങിയത്. കുറേ പേരെന്നെ എയറി കയറ്റും, ഒരു 10 പേരെന്നെ എടുത്ത് താഴോട്ട് കുറച്ച് കൊണ്ടുവരും, പിന്നെയും ഞാൻ എയറി പോകും. ഇതാണിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫേസ്റ്റ് വന്നൊരു ഇവിടെ ഈസ്റ്ററിൻ്റെ പ്രേയേഴ്സ് നടക്കുന്നുണ്ട് അടുത്തുള്ളൊരു പള്ളിയിൽ. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥനയുടെ ഇത് കേൾക്കാൻ പറ്റും കേട്ടോ ഇൻ ബിറ്റ്വീൻ. ഫസ്റ്റ് വന്ന നെഗറ്റീവ് കമൻ്റാണേ. എന്താടോ വർക്കിംഗ് ചേച്ചി ആയതുകൊണ്ടാണോ ഇമാതിരി ടോക്ക്? നാണമില്ലേ നിനക്ക്? കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ് കൊടുക്ക്, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നിൻ്റെ സംസാരത്തിൽ തന്നെ അറിയണ്ട. വർക്കിംഗ് ചേച്ചി ആയതുകൊണ്ട് എന്താ അങ്ങനെ ഒരു ഡിഫറൻസ്? അതങ്ങനെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ വർക്കിംഗ് ചേച്ചി ആയത് ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ചേച്ചി എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ അതിൽ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചീൻ്റെ കസ്റ്റമറല്ല, ചേച്ചിക്ക് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. വർക്കിംഗ് ചേച്ചി ആയതുകൊണ്ട് എന്ത് ഡിഫറൻസ് അതിലുണ്ടാവുക? കുറേ പേരെന്നെ അതിന് നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് താങ്ക് യു ഉള്ളൂ. കുറേ ലൈക്ക് ചെയ്ത കുറേ പേരുണ്ട്, അവരോടൊക്കെ എനിക്ക് ബിഗ് താങ്ക് യു. പക്ഷേ സ്റ്റിൽ വർക്കിംഗ് ചേച്ചി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഒന്നും കാണിക്കുന്ന രീതി എനിക്കില്ല. അങ്ങനത്തെ ഒരു രീതിയല്ല ഞാൻ പഠിച്ചു വന്നിരിക്കുന്നത്. സോ വർക്കിംഗ് ചേച്ചി ആയതുകൊണ്ട് ഇമ്മാതിരി ടോക്ക്, എനിക്ക് അങ്ങനത്തെ ഒരു ഇമ്മാതിരി ടോക്കിലൊരു വോയിസ് ഓവർ ചെയ്ത് എൻ്റെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യേണ്ട, എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. 175 വീഡിയോസ് ചെയ്തിട്ടുള്ളതിൽ ഒരേ ഒരു വീഡിയോ മാത്രമാണിത്. അപ്പം നിൻ്റെ ബാക്കി വോയിസ് ഓവറൊക്കെ കേട്ടാൽ മനസ്സിലാവും ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നൊരു വോയിസ് ഓവർ ഞാൻ ഇട്ടു എന്നുള്ളതല്ലാതെ വേറൊന്നും അതിലില്ല. ഇങ്ങനെയാണോ ഒരാൾക്ക് സാധനം കൊടുത്തിട്ട് പറയുന്നത്? നിങ്ങൾക്ക് അത്ര താല്പര്യം ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കരുത്, കൊടുത്തിട്ട് ഇങ്ങനെയല്ല പറയേണ്ടത്. ശരിയാണ്, താല്പര്യമില്ല, ഞാനിത് എന്തിനുണ്ടാക്കി കൊടുക്കണം? താല്പര്യമില്ലെങ്കിൽ എനിക്കിത് ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ പോരെ. ആരും എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് വരില്ല ഞാനിത് ഉണ്ടാക്കിയില്ലെങ്കിൽ. ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നെനിക്ക് പറയാം, അല്ലെങ്കിൽ സോറി ചേച്ചി എനിക്ക് പറ്റത്തില്ല, ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നും എനിക്ക് പറയാം. അപ്പം ഞാനത് ചെയ്ത് കൊടുത്തു. എനിക്ക് ആ ചേച്ചിയോട് താല്പര്യമുണ്ട്, ചേച്ചി ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ അത് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമില്ലാതെ അല്ല ഞാൻ ഈ സാധനം ഉണ്ടാക്കിയത്, ഈ കേക്ക് ഉണ്ടാക്കിയത്. പിന്നെ വാനില പ്രലീൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തത്, അത് ആരോ പറയുന്നത് കേട്ടു. വീട്ടിൽ വരുന്ന ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് കേക്ക് ഉണ്ടാക്കിയത്. ബ്രെഡ് വെച്ചൊന്നും ഞാൻ കേക്ക് ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയാൽ 100% അതിനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു 100% ക്വാളിറ്റി കേക്ക്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള സാധനമേ ഞാൻ എന്തുണ്ടാക്കിയാലും ആർക്കുണ്ടാക്കിയാലും ഞാൻ ഉണ്ടാക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ആ പണിക്ക് പോകില്ല. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടോ മിൽക്ക് മെയ്ഡും വൈറ്റ് ഗനാഷും ഒന്നും ഞാൻ എൻ്റെ ഒരു കേക്കിനും യൂസ് ചെയ്യില്ല, അൺലെസ് ആ കേക്ക് അത് ഡിമാൻഡ് ചെയ്തല്ല, ആ കേക്കിൻ്റെ ഫ്ലേവർ അത് ഡിമാൻഡ് ചെയ്തല്ല. അല്ലാതെ കുറേ സാധനങ്ങൾ ഒഴിച്ച് എനിക്കതിനോട് യോജിക്കാൻ പറ്റത്തില്ല. അതല്ല എൻ്റെ കേക്കിൻ്റെ ബേക്കിംഗ് രീതി എന്ന് പറയുന്നത്. പിന്നെ ഒരു കമൻറ്റ് വന്നതാണ്,
കമൻറ്റ് കണ്ടപ്പോൾ കാര്യം മനസ്സിലായി, പക്ഷേ സത്യത്തിൽ വീഡിയോ കണ്ടാൽ ഒട്ടും താല്പര്യം ഇല്ലാണ്ട് ഉണ്ടാക്കിയത് പോലെയുണ്ട്, പക്ഷേ അങ്ങനെയല്ലെന്ന് മനസ്സിലായി. ദാറ്റ്സ് വാട്ട്. എൻ്റെ ആ വീഡിയോ കണ്ടാലോ വോയിസ് ഓവറോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം ആർക്കെങ്കിലും തോന്നുമായിരിക്കാം അതെൻ്റെ വേ ഓഫ് ടോക്കിങ്ങിൻ്റെ ആയിരിക്കാം, എൻ്റെ ട്യൂൺ ഓഫ് ടോക്കിങ്ങിൻ്റെ ആയിരിക്കാം. അത് ഓക്കെ, ശരിയാണ്. പക്ഷേ എൻ്റെ കമൻറ്റ് കണ്ടപ്പോൾ ആ കമൻറ്റ് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്ക് കാര്യം മനസ്സിലായി. അത് നമ്മൾ ചെയ്യണ്ടേ. ഇപ്പോൾ ഒരാൾ പറയുവാണ് ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറയുമ്പം അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ. അല്ലാതെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ച് ഉദ്ദേശിച്ചതാണ് ശരിയെന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രയും കറക്റ്റായിട്ട് അറിയാവുന്നൊരു കാര്യമായിരിക്കണം. നമ്മൾ ഒരാളെക്കുറിച്ച് വെറുതെ ജഡ്ജ് ചെയ്യുക. നിങ്ങൾക്ക് എന്നെ അറിയില്ല, എൻ്റെ രീതികൾ അറിയില്ല, ഞാൻ ആരാണെന്നറിയില്ല. അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് എൻ്റെ കുറച്ച് പ്രീവിയസ് വീഡിയോസ് എങ്കിലും എടുത്ത് കണ്ടു നോക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും എൻ്റെ കുറച്ച് പ്രീവിയസ് വീഡിയോസ് എടുത്ത് കണ്ടു നോക്കുക, ഞാൻ ഇങ്ങനത്തെ ഒരാളാണെന്നുള്ളത് കുറച്ചെങ്കിലുമൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാവും. അപ്പോൾ എൻ്റെ കമൻറ്റ് വായിച്ചപ്പം ഈ മെസ്സേജ് ഇട്ടിരിക്കുന്ന ആൾക്കത് മനസ്സിലായി. അപ്പോൾ അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. എൻ്റെ വോയിസ് ഓവർ കണ്ടപ്പോൾ അവർക്ക് മോശമായിട്ട് തോന്നി, പക്ഷേ എൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ കാര്യം മനസ്സിലായി. സോ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നോട് നോർമലായിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് ഓവർ ശ്രദ്ധിക്കായിരുന്നു, വോയിസാണ് പ്രശ്നം, എങ്ങനെ നോ പറയുമെന്ന് പറഞ്ഞതായിരിക്കും ചേച്ചി പ്രശ്നം എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഞാൻ ശ്രദ്ധിക്കാം. എൻ്റെ വോയിസ് ഓവറിൽ ഇനിയുള്ള വോയിസ് ഓവറുകളിൽ ഇനി വോയിസ് ഓവർ ചെയ്യുന്നതിൽ ഞാൻ അത് ശ്രദ്ധിച്ച് ഞാൻ ചെയ്യാം. ഞാനൊരു ബിഗിനറാണ്, ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളല്ല. സ്ട്രെസ് റിലീഫിൻ്റെ ഭാഗമായിട്ട് മാത്രം ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ്. അതിപ്പോൾ എനിക്ക് അതിലും വലിയ സ്ട്രെസ് തന്നുകൊണ്ടിരിക്കുക. പിന്നെ ചുരുക്കി പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. മനസ്സില്ലാ മനസ്സോടെ എനിക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. എനിക്കത് മനസ്സില്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല. ആരും എന്നെ തൂക്കിക്കൊല്ലുന്ന കേസൊന്നും അല്ല ഇത്. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അല്ല, പൂർണ്ണ മനസ്സോടെ തന്നെയാണ് ഞാൻ ആ കേക്ക് ഉണ്ടാക്കി കൊടുത്തത്. എങ്ങനെ നോ പറയും, അതുകൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. പുല്ല്, ഇതിൽ നിന്ന് എന്ത് കോപ്പാണ് നീ ഉദ്ദേശിച്ചത്? ഇതിൽ നിന്ന് എന്ത് കോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മളോട് ഒരു ആവശ്യം പറയുന്ന സമയത്ത് നമുക്ക് ഒരു നിവൃത്തിയില്ലായിരിക്കും അത് സാധിച്ചു കൊടുക്കാൻ. പക്ഷേ എന്തെങ്കിലും ഒരു അവസ്ഥ നമുക്കത് സാധിച്ചു കൊടുക്കാനുള്ള ഒരു 1% സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുക. നമ്മൾ നോ പറയാൻ നിൽക്കരുത്. സോ അതാണ് ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തേരെ പറ്റിയല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു അവസ്ഥ, ഒരു 1% ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുക. അപ്പോൾ അതാണ് ഞാനതിൽ നിന്ന് ഉദ്ദേശിച്ചത്. ഇത് നേരെ തിരിച്ച് ജോലിക്കാരി ചേച്ചിക്ക് വേണ്ടി എന്ന് ഇഷ്ടത്തോടെ പറഞ്ഞ് ചെയ്തെങ്കിൽ ഇഷ്ടംപോലെ ലൈക്കും നല്ല കമൻറ്റും കിട്ടിയിരുന്നു. ഇതൊരുമാതിരി ജോലിക്കാരിയോട് വീട്ടിൽ കാണിക്കുന്ന അതേ ആറ്റിറ്റ്യൂഡിൽ സംസാരിച്ചുകൊണ്ടായിപ്പോയി വീഡിയോ ഇട്ടത്. എൻ്റെ വീട്ടിലെ ജോലിക്കാരി ചേച്ചിയോട് ഞാൻ ഏത് ആറ്റിറ്റ്യൂഡിലാണ് പെരുമാറുന്നതെന്ന് പറയാനായിട്ട് മാഷക്ക് മുമ്പ് അത് നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. 6ാം നമ്പറിനകത്ത് മഞ്ജുവാര്യർ മോഹൻലാലിനോട് ചോദിക്കുന്ന പോലെ മാഷക്ക് മുമ്പ് എന്നെ നേരിട്ട് കണ്ട പരിചയമൊന്നുമില്ലല്ലോ, ഞങ്ങൾ വീട്ടിലെങ്ങനെയാണെന്ന് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ആ രീതിയിലൊന്നും അല്ല വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരു രീതിയിലുമല്ല വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് വന്ന ഒരു കറക്റ്റ് മീറ്ററിൽ വന്ന ഒരു വോയിസ് ഓവർ ഞാൻ ഇട്ടു, പോസ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ അവരോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഇത്ര ചീത്ത കേൾക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്തൊരു കാര്യമല്ല. പൈസ ഉള്ളതിൻ്റെ അഹങ്കാരം നിനക്ക് നല്ലതായിട്ടുണ്ടെന്ന് മനസ്സിലായി. ഒരു അസുഖം വന്നാൽ ഈ പൈസയൊക്കെ വെറും കടലാസ് പോലെ ആയിത്തീരും, ഓർത്ത് വെച്ചോളൂ. ആ കമൻറ്റിൻ്റെ എൻ്റെ റിപ്ലൈ എന്ന് പറയുന്നത്, മറ്റേ ട്രാഫിക് സിനിമയിൽ നിവിൻ പോളി ആസിഫ് അലിയോട് ചോദിക്കും സ്പീഡ് പേടിയുണ്ടോ, അപ്പോൾ ആസിഫ് അലിയോട് ഒരു ചിരിയുണ്ട്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ആ കമൻറ്റിനുള്ള എൻ്റെ മറുപടി എന്ന് പറയുന്നത്. ആ ചിരി തന്നെയാണ്. അസുഖം വരുന്നതും പൈസയുടെ കാര്യവും അതൊന്നും എനിക്ക് സെയിം ആസിഫ് അലിയുടെ ആ ഒരു ചിരി അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. പിന്നെ വരുന്നത് ഈ പുള്ളിക്കാരി ഞാനും തമ്മിൽ അറിയത്ത് കൂടിയില്ല. എൻ്റെ അമ്മയെ ഏതൊക്കെ കമൻറ്റിൽ പോയി എന്നെ പ്രാഗിയൊരു വഴിയാക്കാവോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പഴയ കമൻറ്റിലൊക്കെ ആദ്യം വന്ന നെഗറ്റീവ് കമൻറ്റിലൊക്കെ പോയി എന്നെ സപ്പോർട്ട് ചെയ്തവരുടെ താഴെ പോയി അവരെയും ചീത്ത പറഞ്ഞു, എന്നെയും ചീത്ത പറഞ്ഞു, എന്നെ ഒരു വഴിയാക്കിയിട്ടുണ്ട്. ആ കമൻറ്റാണ്. പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു പറഞ്ഞാൽ നെഗറ്റീവ് കേൾക്കേണ്ടി വരില്ല. വർത്താനം കേട്ടാൽ എന്തോ അവർ പിച്ച ചോദിച്ച പോലെ, നിങ്ങളെന്തോ പിച്ച കൊടുത്ത പോലെയുമാണ്. നന്നായിക്കൂടെ എന്ന് പറയുന്നില്ല. സ്വന്തം തെറ്റുപോലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത നിങ്ങളോട് ഇനിയെങ്കിലും സൂക്ഷിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ബിസിനസ്സൊക്കെ പൊട്ടി പാളിസായാൽ ചിലപ്പോൾ മാറ്റം വരും. ചിലർക്ക് ബിസിനസ്സൊക്കെ കൂടിയാൽ ഇങ്ങനെ അഹങ്കാരമൊക്കെ നിറയും. എൻ്റെ പൊന്ന് സുഹൃത്തെ,
എനിക്ക് കേക്കിൻ്റെ ബിസിനസ് ഇല്ല. ഇനി അത് പൊട്ടിക്കാനായിട്ട് നിൽക്കണ്ട. ഞാൻ കേക്കിൻ്റെ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാലേ ഞാൻ ചെയ്തിരുന്നു, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. പിന്നെന്താ, അവർ ഭിക്ഷ ചോദിച്ച പോലെയും ഞാൻ അവർക്ക് പിച്ച കൊടുത്ത പോലെയും എന്തിനാ അതിനെ അങ്ങനെയൊക്കെ കാണുന്നത്? ആ ചേച്ചി അങ്ങനെയല്ല ചോദിച്ചതും, ഞാൻ അങ്ങനെയല്ല കൊടുത്തതും. അതെന്താ, ഞങ്ങളെ സഹായിക്കാൻ വരുന്ന ചേച്ചി എന്ന് പറഞ്ഞത് കൊണ്ടാണോ അങ്ങനെ പിച്ച കൊടുത്തു, പിച്ച ചോദിച്ചു എന്നൊക്കെ തോന്നുന്നു? അതൊക്കെ എന്തൊരു മോശം കമൻ്റാണ്. അങ്ങനെ എന്തിനാ അങ്ങനെ? ആ ചേച്ചി ആ ഒരു ഡിഗ്നിറ്റി വിട്ടുകളെ. ചേച്ചിക്കുമില്ല ചേച്ചിയുടേതായ ഒരു ഡിഗ്നിറ്റി, അത് വിട്ട് ആ ചേച്ചി കളിക്കുമോ? ഞാൻ എന്തിനത് അങ്ങനെ ചെയ്യണം? അങ്ങനെ ചെയ്യുന്ന ഒരു സാധനം ഞാൻ എന്തിനിവിടെ പോസ്റ്റ് ചെയ്യണം? ഞാനതാ ചോദിക്കുന്നത്. ഞാൻ എന്തിന് അങ്ങനെ കൊടുക്കണം? അങ്ങനെ കൊടുക്കുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ എടുക്കണം? അതെന്തിന് ഞാൻ പോസ്റ്റ് ചെയ്യണം? സോ അങ്ങനെയല്ല. പിന്നെ എന്താ, ബിസിനസ് പൊട്ടിപ്പാളിസാവും. എനിക്ക് ഈ ബിസിനസ് ഇല്ല, എനിക്ക് കേക്കിൻ്റെ ബിസിനസ് ഇല്ല ചേച്ചി. പൊട്ടിപ്പാളിസാവാനായിട്ട് ഇത് ചേച്ചി ഒരുപാട് കമൻറ്റുകളിൽ പോയിട്ട് ബിസിനസ് പൊട്ടും, അപ്പം നിൻ്റെ അഹങ്കാരം തീരുമെന്ന് പറഞ്ഞു. സോ നോ ചേച്ചി, എനിക്ക് ആ കേക്കിൻ്റെ ബിസിനസ് ഇല്ല. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വളരെ നല്ല രീതിയിൽ ചെയ്തൊരു കാര്യമാണ്. നല്ല രീതിയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ചെയ്തത് കൊണ്ട് എനിക്കൊരു അനുഗ്രഹം കിട്ടാനോ അല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തിടുന്നത് കൊണ്ട് എല്ലാവരും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല. ചേച്ചി എന്നോട് ഒരു കേക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു, ഞാൻ യെസ് പറഞ്ഞു. അതത്രയേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. ഞാൻ എങ്ങനെ നോ പറയാൻ പറ്റും എന്ന് ചോദിച്ച കാര്യമെങ്കിൽ ഇതൊക്കെ ആയിരുന്നു ആ ഒരു 2 മാസം മുന്നിലത്തെ എൻ്റെ കാരണങ്ങൾ. അപ്പോൾ അതൊക്കെ മനസ്സിൽ കിടന്നത് കൊണ്ടായിരിക്കാം അന്നേരം ആ വോയിസ് ഓവർ പറഞ്ഞപ്പോൾ എങ്ങനെ നോ പറയാൻ പറ്റും എന്നുള്ള സാധനം നമ്മുടെ എന്താ പറയുന്നത് മനസ്സിൽ കിടന്നതങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എഴുതി ഒപ്പിച്ച് കൊടുത്തത് വിട്ടതാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഞാൻ ഒരാളുടെ ബർത്ത്ഡേ എന്ന് വിചാരിച്ച് പേരെല്ലാം എഴുതി സെറ്റ് ചെയ്ത് വന്നപ്പോഴാണ് ചേച്ചി വന്നിട്ട് പറയുന്നത് ഇരട്ടയാന്നുള്ളത്. പിന്നെ ഞാൻ അവിടെ സ്പേസ് ഉണ്ടാക്കി ഞാൻ എഴുതി കൊടുക്കുകയോ ചെയ്ത രണ്ടാമത്തെ ആളുടെയും പേര്. അപ്പോൾ അത് ഞാൻ തമാശയ്ക്ക് അങ്ങ് പറഞ്ഞു പോയി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നോർമൽ കേക്ക് ഉണ്ടാക്കിയത് എനിക്ക് ആ സിറ്റുവേഷനിൽ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് വാനില പ്രലീൻ കേക്കാണ്. അതുകൊണ്ട് ആ കേക്ക് 2 കിലോ വരുന്നൊരു വാനില പ്രലീൻ കേക്ക്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് അതിൻ്റെ വോയിസ് ഓവർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അതേ വീഡിയോ വേറെ വോയിസ് ഓവർ ഇട്ട് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും അഹങ്കാരി എന്നുള്ള ടാഗ് ലൈൻ ഒന്ന് മാറണമെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ഈ എക്സ്പ്ലനേഷൻ ഏതെങ്കിലും ഇനിയിപ്പോൾ ഇതിനകത്ത് ഏത് വാക്കിലാണ് കയറി ഉടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല. എനിക്കതിനുള്ളൊരു സാഹചര്യം എന്താ പറയുന്നത് അതിനുള്ളൊരു അവസ്ഥയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് ചെയ്തൊരു കേക്കല്ല കേട്ടോ. ഞാൻ അതിനൊന്നും വേണ്ടി ചെയ്തതല്ല. ഞാൻ ഇഷ്ടക്കേടോടെയല്ല ഞാൻ ആ കേക്ക് ഉണ്ടാക്കിയത്. ഞാൻ പൂർണ്ണ ഇഷ്ടത്തോടെ നല്ല മനസ്സോടെ ചെയ്തു കൊടുത്തൊരു കാര്യമാണ്. അതിനെ നിങ്ങളിങ്ങനെ പറയുമ്പോൾ മേ ബി ആ ചേച്ചിയോ അല്ലെങ്കിൽ ആ ചേച്ചിയുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ കമൻസ് വായിക്കുമ്പം അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ചാനൽ ആ വീഡിയോ ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒരുപാട് പേർക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ആൻഡ് ഹാപ്പി ഈസ്റ്റർ.